വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ഇൻട്രസ്റ്റിംഗ് ചാലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇൻവിസിബിൾ ചാലഞ്ച്. അടുത്ത കഴിഞ്ഞ ഒരു ഇൻവിസിബിൾ ചാലഞ്ച് എനിക്ക് മതിയായി. ഷാമിയാണ് വിചാരിച്ചത് ഷാമി ഇൻവിസിബിൾ ആവുന്ന സമയത്ത് ഓക്ക് റീത്തന്റെ പോലെ 4 ഭാഗത്ത് നടന്ന് ഞങ്ങൾ എല്ലാരെയും ഉപദ്രവിക്കാനായിരുന്നു. പക്ഷെ പണികൾക്ക് കയ്യും കണക്കില്ല. എനിക്ക് ക്രൂരതകളായിരുന്നു. അവസാനം ക്വിറ്റ് ചെയ്ത്. അതുകൊണ്ട് തന്നെ ഈ 2 ലോട്ടിൽ ഒന്ന് എന്റെ പേര് ഒന്ന് ശ്രീന്റെ പേരാണ്, ഷാമിന്റെ പേരില്ല. അപ്പൊ ഞങ്ങൾ 2 പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഇൻവിസിബിൾ ആവും. അതെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ഇൻവിസിബിൾ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ 5 പേരാണല്ലോ ഉള്ളത്. അപ്പൊ ഈ 2ൽ ആരെങ്കിലും ഒരാളാ ലോട്ട് ഇട്ടിട്ട് കിട്ടുന്നത് ആരുടെ പേരാണോ അവര് അടുത്ത 2 മണിക്കൂറിന് ഇൻവിസിബിൾ ആയിരിക്കും. അതായത് ആ സമയത്ത് എത്രത്തോളം ബാക്കിയുള്ളവരെ വെറുപ്പിക്കാൻ പറ്റുമോ ആ 2 മണിക്കൂറിനുള്ളിൽ അവർക്ക് എത്ര വേണമെങ്കിലും വെറുപ്പിക്കാം. അതായത് ആ ആള് കണ്ടതായിട്ടേ ബാക്കിയുള്ളവർക്ക് നടിക്കാൻ പറ്റൂല. നടിച്ചാൽ കഴിഞ്ഞ് ഔട്ടായി. അല്ലെ, ഇൻവിസിബിൾ ആയിട്ടുള്ള ആൾക്ക് ബാക്കിയുള്ളവരെല്ലാരും കാണാം, പക്ഷെ ഇൻവിസിബിൾ ആയി നിൽക്കുന്ന ആളെ ആർക്കും കാണാൻ പറ്റില്ല. അതേപോലെയാണ് നമ്മൾ ആക്ട് ചെയ്യേണ്ടത്. ആ 2 മണിക്കൂർ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ ജയിച്ചു. അതെ, അതാണ് അപ്പൊ നമ്മുടെ ചാലഞ്ച്. അപ്പൊ ആരാണ് ഇൻവിസിബിൾ ആവാൻ പോകുന്നത്? ഇൻവിസിബിൾ ആവുന്നവർക്ക് 8നെ പണി കൊടുക്കാൻ പറ്റണം. എനിക്ക് ഇൻവിസിബിൾ ആവണം നല്ല ആഗ്രഹം. അല്ല, എനിക്ക് ഇങ്ങനെ താറി പറഞ്ഞു നടക്കാൻ പറ്റും. എന്നിട്ട് ഈ എടുക്ക്. ഞാൻ നോക്കി ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ പ്രാവശ്യം ഷാമി റീത്ത് കഴിഞ്ഞ ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ ഏകദേശം വൈറ്റ് ഡ്രസ് തന്നെയാണ്. അപ്പൊ അടുത്ത 2 മണിക്കൂർ 5 ഇൻവിസിബിൾ ആയിരിക്കും ഗൈസ്. ഞാൻ സ്റ്റാർട്ട് നെക്കി കഴിഞ്ഞാൽ നമുക്ക് 5-നൊന്നും കാണാൻ പറ്റൂല. നിങ്ങളായിട്ട് കുറച്ച് പരിപാടികളുണ്ട്. നിങ്ങളാണ് ഇതിന്റെ കൂടെ. നിങ്ങൾക്ക് അതൊന്നും അങ്ങോട്ട് ആർക്കും കാണാൻ പറ്റില്ല. ചാനലിലുള്ളവരല്ലേ ഉമ്മേനെ കൂട്ടാൻ പറ്റില്ല. ഞാനും ഇല്ല, നമുക്ക് ആരും കാണാൻ പറ്റില്ല. അല്ല, എനിക്ക് തന്നെ കാണാൻ പറ്റും. ആദ്യം തന്നെ ഒന്നുകിൽ ഒരു കാക്കത്തുകലോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ഒന്ന് പഠിക്കായിരുന്നു. കുട്ടികൾ എന്താ ഇവിടെ എന്താ ചെയ്യുന്നത്? ഫുഡ് കഴിച്ചില്ല. ഞാൻ വരുമ്പത്തിന് വെള്ളം കുടിച്ചു. പോവല്ലേ, നിന്റെ കെയറിങ് കണ്ടതല്ലേ. ഇത്തിരി വെള്ളം കുടിച്ചു. ഇവിടെ പേടിച്ചു കൊടുത്ത പോലെ ഫീലുണ്ടല്ലോ. ഇപ്പൊ തന്നെ തോക്കുന്നത് കഴിയോ. വെള്ളം വെള്ളം എന്തിനാ വെള്ളം കുടിച്ചേ? ഞാൻ തട്ടിത്തരാലോ. അതെ, ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ഇവക്കൊന്ന് പറഞ്ഞ 2ാമത്തെ ഹോസ്പിറ്റലാ. ഇങ്ങോട്ട് ഇമ്മനോട് ചീത്ത കിട്ടോ. ഇതൊന്നും പുതുതായിട്ട് മേടിച്ചതല്ലേ? ഇതെന്താ ശ്രീ കൊട കൊറ്റൊക്കെ വരുന്നേ? മഴ പെയ്തപ്പോ കൊട തുറന്നതല്ല. ഇതിപ്പോ എന്താ പ്രശ്നം? പിന്നെ നേരെ കൊട വരുന്നുണ്ട്. ശ്രീ കൊട ഒരു വെൽ പ്ലാൻഡ് ആണ്. ആദ്യം തന്നെ എന്റെ മേല് വെള്ളം ഒഴിച്ച് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ മാവിന്റെ സ്മെല്ലുണ്ട്. അയ്യോ, എന്തോ സ്മെല്ല് ശ്രീക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. ശ്രീ ഇനിയിപ്പോ 2 മണിക്കൂർ പുറത്ത് നിന്നിട്ട് ചെടി നനക്കി. ഞാൻ കുറച്ച് നേരം ഇരിക്കും. ഒരു പണി എടുത്തോട്ടെ. എന്ത് ചെയ്യാൻ പറ്റും? ആരൊക്കെയോ പേടിച്ച് ഒരു പണി എടുത്തോണ്ടിരിക്കുക. അല്ലെങ്കിൽ ചെടി നനച്ച് എന്നേ വരെ കണ്ടിട്ടില്ല. ഇവിടെ മൊത്തം വെള്ളമായി പോയി ഗൈസ്. അപ്പൊ ചീത്തക്കല്ലേ വീണോ? അത് ചെരുപ്പായിരുന്നോ? നല്ല കണ്ടുപരിച്ചുണ്ടല്ലോ ചെരുപ്പ്. എന്തായാലും തുടക്കിയല്ലേ? തുടച്ചോ? നല്ല തുടക്കി. നല്ല തുടക്കി. എന്തായാലും തുടക്കിയല്ലേ? വൃത്തിക്ക് തുടക്കി. കുറച്ച് വെള്ളാക്കി തന്നിട്ടുണ്ട്. വേണേ കുറച്ച് ലൈസോളും എടുത്തു വരാം. ഇതെങ്ങനെയത്? ഇത് എവിടുന്ന ഈ വെള്ളം വീഴുന്നത്? ഇനി ചോർച്ച എങ്ങാനുണ്ടോ? മഴ പെയ്തില്ലല്ലോ. ഇനി ചോർച്ച വരാൻ തുടച്ചെടുത്തതാണ്. സാരില്ല, ഇത് ഇങ്ങോട്ട് ഇറക്കില്ല. അങ്ങോട്ട് ഇറക്കി. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയോ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ. കാര്യമായിട്ട് എന്തെങ്കിലും ഇവിടെ എന്തോ കാര്യമുണ്ട്. ഞാൻ മുഖത്താക്കുന്നില്ല. നന്ദി പറ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ മുഖത്താക്കും. സ്റ്റെപ്പിന്റെ മുകളിൽ കുറച്ച് വെള്ളമായിട്ട് ഇറങ്ങുമ്പോ നോക്കണം കേട്ടോ. എന്താ പറയാ, അവിടുന്ന് ചോർച്ച ഉണ്ട് തോന്നുന്നു. ഒന്ന് മാറിക്കേ.
അമ്മ എന്നെ തഴഞ്ഞു. ശ്രീ നമുക്ക് എവിടെയൊക്കെ പോയാലോ? ശ്രീ പോയാലോ? ഞാൻ വരട്ടെ. ശ്രീ എന്നെയും കൊണ്ടുപോ. ശ്രീ നമുക്ക് എവിടെ പോയാലോ? എവിടെ പോവാ? എവിടെ പോവാ? ഞാൻ പറയുമ്പോ നമ്മളെവിടെ പോവാ? അത് പോവാ. സാധാരണ കഴിക്കുന്നേ കൂടെ ഞാൻ വരാം. ഐസ്ക്രീം ഒപ്പം ഇവിടുന്ന് കഴിക്കും. എന്നാ പിന്നെ കുറച്ച് കിടന്ന് ഉറങ്ങുന്നതായിരിക്കും. ഞാൻ വരട്ടോ. എന്താ ക്ഷമ ഇത്? മോൾ എന്തൊക്കെയോ വീഴുന്നുണ്ടല്ലോ. ഇത് ബുദ്ധിമുട്ടായി വരികയാണ് കേട്ടോ. എന്താന്നറിയില്ല ഇവിടെ മൊത്തത്തിൽ പ്രശ്നം. മേക്കപ്പ് വെച്ച് താഴെ നടക്കുന്നു. ഷാമിന്റെ ഒരു പശുമുട്ടായി ഉണ്ടായിട്ട് എനിക്ക് തരാറുന്നല്ലേ? ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണല്ലോ. പിന്നെ ഞാൻ അവിടെ തന്നെ ഇടും. എനിക്കെന്താ, എനിക്ക് അവിടെ ഇവിടെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. കാര്യം ഞാൻ ഇൻവിസിബിൾ അല്ലേ? ഞാൻ പൊന്നു പോലെ കൊണ്ടുവരുന്നതാണ്. ഇതൊക്കെ ഇങ്ങനെ വീടിന്റെ മുകളിൽ എനിക്ക് മനസ്സിലാവില്ല. ഞാൻ കറക്റ്റ് ബാഗിൽ എടുത്ത് വെച്ചേക്കും. ബാഗിൽ ഞാൻ ഇട്ടിട്ട് കൊണ്ടുവരാം. ഇട്ടോ അതാ അതാ പോകുന്നു. വീണ്ടും പോകുന്നു. ഇനി മേലെ പൊട്ടുന്ന പാത്രത്തിൽ എന്തൊക്കെ കൊണ്ടാകും. മോളിന് മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ താഴോട്ട് വീണു. ഇനിയിപ്പോ എന്തൊക്കെയാ വീണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ലേ? നോക്കി നിൽക്കേണ്ടി വരും. സോഫ്റ്റ് ടോയ്സ് മോളിൽ വീഴുന്നേ. മോള് അലമാര തുറക്കുന്ന ശബ്ദം. അതെ, ഒന്ന് മോളിൽ പോയി നോക്കുന്നല്ലോ നന്നാവുക. താനെ ഡോർ അടയുന്നത്, തുറന്നടയുന്നത്. ഒന്നും ശരിയാവുന്ന ലക്ഷണമല്ലേ? ഒരു നെറ്റ് പോലെ ഈ തുണി ഇവിടെ നോട്ടെ. എന്താണ് ഈ നെറ്റ് നമുക്ക് ഷാമിന് വലട്ട് മൂടാ. തുണി മുടക്കണ്ടേ? തുണി മടക്കണം. എന്തൊരു എന്ത് രസം. ഞാൻ നാട് പോട്ടെ ശ്രീ. നല്ല പണിയെടുക്കാൻ പറ്റും. എനിക്ക് സന്തോഷമായി. 2 മണിക്കൂറിൽ ഇപ്പൊ എത്ര തീർന്ന ദിവസം? അല്ലെ ഒരു അരമണിക്കൂർ കഷ്ടല്ലേ തീർന്നിട്ടുള്ളൂ? ഇല്ല, 20 മിനിറ്റ്. 20 മിനിറ്റ് ആയിട്ടുള്ളേ. കുറച്ച് സമാധാനല്ലേ? സ്ഥലം വിടുവോ? സ്ഥലം ഇവിടെ എന്താ പോയത്? ക്ഷീണിച്ചു. ഞങ്ങൾക്ക് എന്തൊക്കെയാ അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്ക് അതിനെ എങ്ങനെ തടുക്കണം എന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം ഇരിക്കട്ടെ. ചൂടെടുക്കുന്നില്ല ശ്രീ, ചൂടെടുക്കുന്നു. ക്ഷീണിച്ചു. ഇനി അവൾക്ക് പോയി ജ്യൂസ് എങ്ങാനും കുടിച്ചാലോ? പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു ഇവിടെ നിന്ന് എങ്ങാനും രക്ഷപ്പെട്ടാലോ? ഇറങ്ങി നോക്ക്, പുറത്തേക്ക് ഇറങ്ങിയാൽ രക്ഷപ്പെടാന്ന് പറയാം. ഞാൻ കാറിനാണ് ഇടിക്കുന്നത്. അയ്യോ, ഇതെന്തോ ഒഴിയാപാതെയാണോ ഷമേ? ഇത് പുതിയ സ്പ്രേ ആണെന്ന് തോന്നുന്നു. ബാസിക്ക വാങ്ങിക്കൊണ്ട് വെച്ചതാ. ഇതൊന്ന് ട്രൈ ചെയ്താലോ എന്നുണ്ട് എനിക്ക്. അയ്യോ, ഇതാരതാ ഈ ചെരുപ്പ്? കുറെ നേരമായാലും ഇവിടെ കൊണ്ടിട്ട്. ഇതിന് ഞാൻ പണി കൊടുക്കൂലെന്ന് വിചാരിക്കുന്നുണ്ടോ? നല്ല കാപ്പിക്കുരുവിന് വടിയിട്ടാണല്ലോ. അവരെവിടെ പോയി? എന്റെ ശല്യമില്ല എന്ന് പറഞ്ഞപ്പോ ഓടി. ഒരു മിനിറ്റേ. ഇത് ശ്രീന്റെ ചെരുപ്പ്.
ഇത് ഷാമിന്. അയ്യോ സാധനമൊക്കെ തെറിച്ച്. ഇത് ഞാൻ അവിടെ എടുത്തേക്കാം വാവല്ലേ. മക്കളെ ചെരുപ്പൊക്കെ വേണമെങ്കിൽ പോയി നോക്കിക്കോട്ടോ. എവിടെയോ എത്തി ചെരുപ്പൊക്കെ നോക്കിക്കോ. സാധനമൊക്കെ തെറിച്ച് വീണിട്ടുള്ളേ. പെട്ടെന്ന് തരുമോ? ഇതെന്താ ഇത് കണ്ട എവിടെയെങ്കിലും പരിചയമുണ്ടോ? ഇമ്മ ഇത് നോക്കുമ്പോ ഇത് കണ്ട് പരിചയമുണ്ടോ? ചെരുപ്പിന് മുകളിലുള്ളതല്ലൊക്കെ. അതായത് ഇനി പോണ്ടെങ്കിൽ വേറെ പോയി ചെരുപ്പെടുത്തോ. എന്തൊരു കഷ്ടം അമ്മ. ബ്രെഡിന് ചെരുപ്പ് എവിടെയോ പോയിട്ടുണ്ട്. അതാ ഷാമിന് ചെറുപ്പിന്റെ മുകളിലത്തെ സാധനല്ലേ പോയത്. അത് തന്നെ നടന്നു തന്നാണ് നടന്നു പോവല്ല പറന്നു പോവാ. ദൈവമേ, സ്വന്തം ചെരുപ്പ് മാത്രമാണെന്ന് വിചാരിച്ചോ? അല്ല എല്ലാ ചെരുപ്പുണ്ട്. എന്നിട്ടും എന്റെ ചെരുപ്പ് ഇട്ടിട്ട് ആ ജന്തു പോയത് കേട്ടോ. ഈ സാധനം ചെരുപ്പുകൾ കൊണ്ടിട്ട് ബ്രെഡും പട്ടും തിന്നതാ. നല്ല രസമുണ്ടോ? എടുത്ത് ഒന്നറിയില്ലല്ലോ. മതിയാ മതിയാ ഒന്നിലേക്ക് ഞങ്ങളോ പറഞ്ഞത് അങ്ങനെ ബ്രെഡ് തിന്നിർത്തുണ്ടാവും. അല്ലാതെ ഉണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് തരാൻ പറ്റല്ലേ? എന്താ ഷാമി ഇന്ന് കുളിച്ചുണ്ടോ? എനിക്ക് നല്ല ഡൗട്ടില്ല. നമുക്ക് കുളിപ്പിക്കണേ. വെറുതെ ഇന്ന് ബോറടിച്ചു തോന്നുന്നു. ശ്രീ ഹെയർ ബാൻഡ് ഇട്ടിരുന്നു. ഇത്രയും നല്ല ഹെയർ ബാൻഡ് വേറെ വിളക്കുന്നത്. ഷാമിയെ കുളിച്ചില്ലല്ലോ. അതൊന്ന് കുളിച്ചൂടെ ഷാമിയെ? എപ്പോഴെങ്കിലും ഒക്കെ നീ ഒന്ന് കുളിക്കുന്നത്. എന്താണ് കുളിച്ചാല് ഷാമ്പു ഇട്ട് കുളിക്കണം. അതാണ് ഇതിന്റെ ഒരു രീതി. ഷാമ്പു ആവുന്നൊന്നും കുട്ടി അറിയുന്നില്ലെന്ന് തോന്നുന്നു. 4 ദിവസത്തേക്ക് കുളിക്കാനുള്ള ഷാമ്പു ഉണ്ട്. ശ്രീ എന്റെ തലയില് എന്റെ തലയിൽ എന്താ ശ്രീ? എന്താണത്? ഷാമ്പു. ഷാമ്പു ഉണ്ടോ ഇനി ശ്രീക്ക്? അമ്മേ, എനിക്ക് വയ്യ തുമ്മാന്. എന്താ ചെയ്യാ നമുക്ക്? ഇവിടുത്തെ വാതിലൊക്കെ എവിടെന്താ പോകുന്നതെന്നൊന്നും അറിയില്ല. ഞാൻ ഇന്ന് രാവിലെ ഷാമ്പു ഇട്ട് കുളിച്ചതേ ഉള്ളൂ. അനക്കൊരു കാര്യം അറിയോ? അവളെ തലയിൽ ഷാമ്പു ആൾക്കാരെ കളി മൊത്തം കളിക്കുന്നേ. ഓള് പോയി. ഇനിയിപ്പോ ഞാൻ കഴുകണ്ടേ? ഉമ്മ ഓള് 4 ദിവസമായാലും കുളിച്ചിട്ട്. അപ്പൊ ഞാൻ കുളിപ്പിക്കണ്ടേ? ഉമ്മ പിന്നെ അഞ്ചിനന്ന് കാണുന്നില്ല. 5 വന്നില്ല. അതാ കാണാത്ത. ഇനി അടുത്ത സ്ത്രീയാണ്. ഓക്ക് ഇതുവരെ എനിക്കൊന്നും കൊടുക്കാം. കുതിര പോലെ ഓടി. ഓളും കൂടെ വരുമ്പോ നമുക്ക് ഫേസ് വാഷ് ഇട്ട് കൊടുക്കാം. പപ്പടം വാങ്ങാൻ നമ്മൾ പറഞ്ഞിട്ടില്ല. ഓളായിട്ട് ഉണ്ടാക്കിട്ട് പോയതാ. നമുക്ക് ഷാമിന് പോയപ്പോ ഇതാണ് എന്റെ തലന്റെ അവസ്ഥ. കണ്ടോ? മൊത്തം പതയാ. കുളിച്ച ഞാൻ പപ്പടം വാങ്ങാൻ പോയതായിരുന്നു. അത് ശരി, പപ്പടം വാങ്ങാൻ പോയതില്ലേ? അമ്മന്നെ പറഞ്ഞാണ്. ഞാൻ വിചാരിച്ച ശ്രീ ഓടിയതാന്ന് ഈ വീട്ടിന്ന്. ഈ ശല്യം കൊണ്ട് ഓടിയതെന്ന് വിചാരിച്ചു ശ്രീ. അല്ല, പപ്പടം വാങ്ങി വന്നിട്ട് പപ്പടം കിട്ടിയില്ല, കട പൂട്ടിപ്പോയി. അതങ്ങനെ വരൂ ശ്രീ. ഉച്ച സമയല്ലേ, പീടികളൊക്കെ പൂട്ടും. ഞാൻ വെറുതെ ആ വെയിലത്ത് പുറത്തുപോയി.
ഇനി അങ്ങനെ ചെയ്യരുതേ. ഉച്ചക്ക് ഒരിക്കലും പപ്പടം വാങ്ങാൻ പോയി. ഉച്ചയ്ക്ക് പോകില്ല. ഒരാൾക്ക് അപകടം പറ്റി നിൽക്കുമ്പോഴാണ് ഒരു പപ്പടം. കഴിഞ്ഞ 1 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ആയി പണിയെടുത്ത് ഞാൻ ക്ഷീണിച്ച്. ഇനി കുളിയൊക്കെ കഴിഞ്ഞ് വരണ്ടേ, അപ്പൊ കുറച്ചേരം നമുക്ക് റെസ്റ്റ് എടുക്കാം. ഇനി ഒരു വന്ന ഉടനെ ബാക്കി പണി നോക്കട്ടോ. അപ്പത്തേക്ക് ഞാൻ എന്തൊക്കെ കൊടുക്കാൻ പറ്റുന്നുള്ള ആലോചനയിലാണ് ഇവിടെ. അമ്മീന്റെ തട്ടം കണ്ടോ, ആ ചെടീന്റെ മുകളിൽ കൊണ്ടിട്ടുണ്ട്. ഇനിയിപ്പോ വന്ന ഇതിനോട് നോക്കും പഴകിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടതാ. മാ വിശക്കുന്നു, മാ ചോറ് തരോ? കുട്ടികളെ ചോറ് പറ്റേ എനിക്ക് വേണം ചോറ്. ഇരുന്നോളി ഇരുന്നോളി. ആ ഇരിക്കാൻ പറഞ്ഞില്ല, ചോറ് ഇരിക്കും. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഉമ്മ. ചിക്കൻ കറി നല്ല വറുത്തരച്ച വറുത്തരച്ചതല്ലേ നോർമലാ. ഒരു ഗ്ലാസ് വെള്ളം. ഇതിന്റെ ഗ്ലാസ് അല്ലേ? 5 ക്ലാസ് 5 എന്ത് കാണാനില്ലല്ലോ. അപ്പൊ തൽക്കാലം ജഗ് എന്തിനാ അവിടെ കൊണ്ടുവച്ചു? അടുത്ത് മുടക്ക് ജഗ് മുളക്ക വെക്കുക. ഞാൻ ഈ സാധനങ്ങൾ ഓരോരോ സ്ഥലത്ത് വെക്കുക. വേറെ നമ്മ കറി ചിക്കൻ കറി എനിക്ക് കോണപ്പൊടി ഞാനിവിടെയാ. പറ്റുക കഴിച്ചൂടെ? നീ ഇടണോ ശ്രീ? ആ കഴിച്ചൂടട്ടോ. ചിക്കൻ കറി വരട്ടെ. ചിക്കൻ കറി വരട്ടെ. ആ പോരട്ടെ. ചിക്കൻ കറി വരട്ടെ. കയ്യെടുത്ത് മാറ്റൂ. പ്ലേറ്റ് പോയി. മോക്കൊരു പ്ലേറ്റ് കൂടെ ആണോ? പ്ലേറ്റ് ആണല്ലേ? അപ്പൊ നിങ്ങളെ പ്ലേറ്റ് പോയാൽ പിന്നെ ചിന്തിക്ക് ഞാൻ അവിടെ ഉണ്ട്. എന്നോട് വർത്താനം പറയും. അഞ്ചു ഇഷ്ടമാകുന്നില്ല വെണ്ടക്കുപ്പേര്. എനിക്ക് ഇഷ്ടം. എന്താ ചെയ്യാ? ഇന്നിപ്പോ കറക്റ്റ് ഉമ്മ വെണ്ടക്കുപ്പേരി വെച്ചപ്പോ ഓ കോഴിമുട്ട വെച്ചിട്ടുണ്ട്. ഓ എന്നാ ശ്രീ ബാംഗ്ലൂർ കോഴിമുട്ട ഒറ്റയ്ക്ക് തിന്നു തീർത്തത്. അമ്മ ചോറിന് എല്ലാം കിട്ടിയത് നിൽക്കാം. കോഴിമുട്ട ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ചോറുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. വെണ്ടക്കുപ്പേരി ഉണ്ട് അല്ലേ? സല്ലുവിന് വിളമ്പിക്കും. ഫോൻ അത്രയും വേണ്ടി. ആ ശ്രീക്ക് 2 കോഴിമുട്ട താവേ തിന്നോ. ഇനി അത് തീർക്കല്ലേ കേട്ടോ. ചിക്കൻ കറി ഹായ് മോരി. അതാ നിന്റെ കോഴിമുട്ട പോയി മതി മതി. മനസ്സിലായല്ലോ തിന്നു നിർത്താം. അതെന്താ കാക്ക കോഴിമുട്ട പൊരിച്ച വേണ്ടല്ലേ? അല്ലേ വേണ്ട. ഓ മോരെന്തൊരു ടേസ്റ്റോ. ഇവിടെ കുറച്ചായിട്ട് ഫുഡൊക്കെ മിക്സ് ആകുന്ന പ്രശ്നമുണ്ട്. നോക്കി മോര്. അതൊരു രസമ്മ. ചാനലിന് കഴിഞ്ഞ അമ്മ തീർന്നു. ചോറ് തന്നില്ല അല്ലേക്ക് ഗൈസ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ്. എന്റെ മുടിയൊക്കെ ആകെ ചെറിയ പോലെ ആയിട്ടുണ്ട്. ഏതായാലും ഒരു കുളിയൊക്കെ കഴിഞ്ഞില്ലേ? ഇനി എത്ര കുളി ഉണ്ടെന്നൊക്കെ കണ്ടറിയാം. അർത്ഥം വെച്ച് ഓർത്താനും ക്ഷീണായോ? ക്ഷാമി ഒന്ന് എണീറ്റേ. എങ്ങോട്ടാ? അവിടെ ഇരുന്നാലും കുഴപ്പമില്ല. അവിടെ ഇരുന്നോളൂ. എനിക്ക് മതി. സോഫ മേലെ ഇരുന്നാലും മതി. എനിക്ക് കുറച്ച് പണിയുണ്ട്. ഇത് ശ്രീന്റെ മേക്കപ്പ് വെച്ച് ഇതിൻ്റെത് ഇതിൽ തികഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാ ഇത് നമുക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കാം. ശ്രീനെ താനേ തുറക്കുന്നു പിന്നെയും തുടങ്ങിട്ടോ. മോയ്സ്ചറൈസർ നോക്കിയായിരുന്നു. എന്താ ഇത്? ഇത് തീർന്നിട്ട് പുതിയത് വാങ്ങണം വിചാരിച്ചിരിക്കും. അപ്പൊ ഇതിലില്ലേ ഇപ്പൊ എന്തിനാ മേക്കപ്പ് ഒക്കെ ഇടുന്നത്? ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഞാൻ തരാലോ. ഞാൻ നാട് വിട്ടാലോ എന്ന് ആലോചിച്ചേ. നാട് വിട്ടാലോ? ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. ലിപ്സ്റ്റിക് ഒക്കെ താനേ വരുന്നത് പോലെ. അത്ര ഡാർക്ക് വേണോ ശ്രീ? അത്ര ഡാർക്ക് മേക്കപ്പ്? ആ അല്ല ഇനി ഞാനിടല്ലേ. ഇത് താനേ വരുന്നതാണ്. ഞാൻ എന്താക്കാനാ? ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്. വൃത്തിയിലിട്ടോട് ഇത് കഴിയുമ്പോഴെങ്കിലും എന്റെ പോലത്തെ പറയും. ലിപ്സ്റ്റിക് വേണോ? മസ്കാര ശ്രീക്ക് വേണ്ട വേണ്ട വേണ്ട. എനിക്കൊന്നും വേണ്ട ശ്രീ. ഷാമിക്ക് കുറച്ച് ലിപ്സ്റ്റിക് ഞാൻ തരുന്നത്. നല്ല ഷെയ്ഡാ ഷാമി. ഈ വാ ഞാൻ മാത്രം മേക്കപ്പ് ചെയ്ത് എങ്ങനെയാ ഷാമി ശരിയാവുക? മസ്കാരൊക്കെ താഴെ ഭംഗിയിൽ മസ്കാര ഇതുവരെ കണ്ടിട്ടില്ല. ശ്രീക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹ ശ്രീ ഇത്. എന്ത് പിന്നല്ലാതെ ഇതാരതാ അറിയില്ല.
എന്റെ ലിപ്സ്റ്റിക് ഒക്കെ അതിൽ പോയി കിടക്കും. പുരിക എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. ശ്രീക്കാണെങ്കിൽ പുരിക എപ്പോഴും ഞാൻ കൈ കൊടുക്കുക. മറ്റേ പടയില്ലേ ഇത്രയും സൗന്ദര്യവതിയാവും എനിക്ക് അറിയില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ അവളെ വിട്ട് കഴിഞ്ഞാല് കണ്ണ് തട്ടും. ശ്രീ നല്ല ഭംഗിയുണ്ട്. ശ്രീ എന്താ സല്ലോടെ സംഭവിക്കുന്നത്? നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ ഉറങ്ങി എണീച്ച് കുഞ്ഞുവാവനെ പോലെ. ഓക്കെ കുറച്ച് പൗഡർ ഇട്ടോ ശ്രീ ഇവിടെ. എന്തിനാ പൗഡർ ഇടണോ? ഓക്കെ ഇടാലോ. ശ്രീ ഷാമിക്ക് നമുക്ക് ലിപ്സ്റ്റിക് മാത്രം ഇട്ട് കൊടുക്കാം. ഞാൻ പുറത്തു പോയി നല്ലോണം ആലോചിക്കാം. ഞാന് ഐസ്ക്രീം എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. അത് ലിപ്സ്റ്റിക് ഇട്ടിട്ട് അയ്യോ ഞാനെ പിടിച്ചു വലിക്കും. പുറത്ത് പോകുമ്പോ അവള് ലിപ്സ്റ്റിക് ഷാമി എനിക്കുള്ള ഫെസിലിറ്റി അണക്കും കൂടെ കിട്ടിയതായിരിക്കും ചിലപ്പോ. എന്താ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. മേക്കപ്പ് ഇടുന്നുണ്ട്. കുതിരമ്മ വെച്ച പോലെ ആയല്ലോ ഷാമി. എനിക്കും കിട്ടിയ ഫെസിലിറ്റി. രണ്ടാളും കഴിച്ച് ഞാൻ നല്ല അടിപൊളിയായിട്ട് സുന്ദരികളാക്കിയിട്ടുണ്ട്. ഫസ്റ്റിന്റെ മോഡൽ ഇതായിരുന്നു. അയ്യോ പാവം. ഓക്കെ ഇതിപ്പോ സ്കൂളിലേക്ക് വിടാൻ പോട്ടോ ഞാനതിനെ. ഇത് എന്താ ചിരിക്കുന്നേ? കോമഡി ആയിട്ട് ചിരി വന്നോ? ഇവള് ചിരിച്ച ഔട്ടാവട്ടോ. ഞാൻ ശരിക്കും കണ്ടോ ഷാവ്യ ചിരിക്കുക ഔട്ടാ ചിരിക്കി. ബിന്ദു പണിക്കരൊക്കെ ഉറങ്ങുക. ആ സിനിമയിലുള്ള അതേ സീന്. ബിന്ദു പണിക്കർ ഇങ്ങനെ ഇരുന്ന് ആ ഊഞ്ഞാലിരുന്ന് ഇങ്ങനെ ഇരിക്കില്ല. അതേ കേട്ടോ ക്ലോസിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ എന്റെ പണി ഏകദേശം നിർത്തി. ഇനി ഇവരിന്റെ അടുത്തേക്ക് എന്തിനേക്കും വന്നാൽ മാത്രമേ ഉള്ളൂ. പിന്നെ അവർക്ക് എന്നെ കാണാത്തോണ്ട് വരാൻ പറ്റില്ല. ശ്രീ ഇങ്ങനെ വലിഞ്ഞു മുറുകുന്ന പോലെ തോന്നുന്നു. പോയി കഴുകു. അപ്പൊ എന്നാ പിന്നെ വാ മുഖം കഴുകാം. മുഖം കഴുകാം അല്ലേ? എന്റെ ചുണ്ട് ഒട്ടിപ്പിടിക്കുന്നു നോക്ക്. പേടിച്ചില്ലെങ്കിലോ ഫേസ് വാഷാ മുഖം കഴിക്കാൻ. എന്തോ വന്നല്ലോ ഷാമി മുഖത്ത്. നേരത്തെ കുളിച്ചില്ലേ താനെ അതുപോലെ ശ്രീ എന്തോ മുഖം കഴുകി പോയിട്ട് ഞാൻ മുഖം കഴുകിട്ട് വരാം. ഞാൻ വരുന്ന ഹെൽപ്പ് ചെയ്യണോ? ഇത് ബ്യൂട്ടി സ്പോട്ട് ഒന്നും അങ്ങനെ കളയല്ലേ? ഓ ഇല്ല കുറച്ചും കൂടെ ഷാമേ ആരാ പുറകില് മാറിക്കള്ളത്? എനിക്ക് വയ്യ മുഖം കഴുകാൻ. അയ്യോ ഞാൻ വേറെ ഒന്നും കഴുകട്ടോ. അതാ നല്ലത്. വേറെ ഇവിടെ കഴുകാൻ പോയി. ഇപ്പൊ പറഞ്ഞത് ഞാൻ എന്താ ചെയ്യും? പ്രശ്നമാണോ ശ്രീ? പ്രശ്നമാണോ? ഈ എന്ന് കഴിക്കുക കണക്കങ്ങനത്തെ പ്രശ്നം വരുന്നുണ്ടോ? നീ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഒന്ന് പറഞ്ഞു കൊടുക്ക്. സല്ലിന് എന്തായാലും ഇഷ്ടായി. കുറച്ച് വെള്ളമൊക്കെ തരുമോ? കഴിഞ്ഞോ? എന്താണ് കേസോടൊക്കെ നടക്കുന്നത്? എന്താ പറ്റിയെന്നൊരു മനസ്സിലാവില്ല. ഞങ്ങളെ കയ്യിൽ കൺട്രോൾ ഇല്ലേ കേസ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക്. അത് മാത്രമല്ല എങ്ങനെയാ നോക്കാന്ന്. എന്തുകൊണ്ടാണ് അവ തുടക്കുക? എനിക്കറിയില്ല. ഞാൻ എന്തിനാ ചിരിക്കുന്നത്? അവസാനത്തെ ശരിയാണ്. ഇതെന്താ ഞാൻ കഴുകുന്ന ഒരു ലിപ്സ്റ്റിക്കിന്റെ മുഖത്തായി കൊടുക്കുക. നിങ്ങൾ എന്താണ് മുഖം തുടക്കുക? ഇനി 10 കൂടെ ഞാനൊരു രക്തസാക്ഷിയായി മാറാൻ പോയത്. ഏകദേശം 2-3 ഇടി കിട്ടിയ ഫീലുണ്ട് ഷാമി. ഷാമിയ എനിക്ക് ഇങ്ങോട്ട് വാ. എനിക്ക് കുറച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട്. 10 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ. പക്ഷെ സമയമില്ല. ചാലഞ്ചാണ് ഗൈസ്. എനിക്കും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ചാലഞ്ച് തന്നിട്ടല്ലേ. എന്തായാലും ഗൈസ് ഞാൻ 10 മിനിറ്റ് ബാക്കി നിൽക്കെ ചാലഞ്ച് വിജയിച്ചിരിക്കുകയാണ്. അന്ന് ഷാമി കിറ്റ് ചെയ്തതായിരുന്നു. ഇന്ന് ഞാൻ
ഞാൻ ജയിച്ചു. ഇവർക്ക് രണ്ടുപേർക്ക് എന്റെ മുന്നിൽ പിടിച്ചേക്കാൻ പറ്റില്ല. 10 മിനിറ്റ് കഴിയുമ്പോ നമ്മള് ചിലപ്പോ പെട്ടി ബാക്കി ഇത് വീട്ടിലേക്ക് പോകും. അതെ, ഞാൻ ലാസ്റ്റ് നിമിഷം ഇവിടുന്ന് പോകുന്നത്. എന്റെ മുഖം എന്തൊക്കെ ആണെന്ന് എനിക്കറിയാം. നല്ല രസമായിരുന്നു ഇൻവിസിബിൾ ആയിട്ട് നടക്കുക. ഇവിടെ പറഞ്ഞ പോലെ തന്നെ പാറിപ്പാറി നടക്കുന്ന ഒരു ഫീൽ. ഇതിപ്പോ നേരെ ശ്രീ ആണെന്നുണ്ടെങ്കിലും ഇൻവിസിബിൾ ആണെന്നുണ്ടെങ്കിലും ശ്രീ ഇവിടെ ഇറങ്ങി ഓടിയിട്ടുണ്ട്. പക്ഷെ അതെ, ഞാൻ പിടിച്ചു നിന്നു. ഞാൻ ആര് പിടിച്ചത്? ഞങ്ങളെ പിടിച്ചത്. അതായത് നിന്റെ മുന്നേ നിങ്ങൾക്ക് പിടിച്ചേക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ചാലഞ്ചുമായി മുന്നോട്ട് പോയെന്നാ ഉദ്ദേശിച്ചത്. അങ്ങനെ ഞാൻ ഈ ചാലഞ്ച് വിന്നറായിരിക്കണേ. അവർക്കൊന്നും തരാൻ പറ്റില്ല, സാരില്ല. എന്തായാലും ഈ കൂട്ടത്തിൽ നിന്നതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടു. എന്തൊരു കഷ്ടം. ഞാൻ മുമ്പേ എടുത്ത് പോയി കേട്ടോ. ചാലഞ്ച് തീർന്നു വാങ്ങിയെങ്കിലും നിന്നോട് മിണ്ടി. എത്ര വിലക്കാട്ട് കൂടുതൽ ഉമ്മക്ക് ഞങ്ങള് ഞാൻ അവിടെ ഉണ്ടെന്നുള്ളൊരു ചിന്ത പോലില്ല. ചോറ് കൊടുത്തില്ല. ഇതിന്റെ ബോധം നോക്കി ചോറ് പ്ലേറ്റ് ഒന്നും കൊടുത്തില്ല. ഞാന് ഞാൻ ചോറെന്ന് പറഞ്ഞ് ഞാൻ പോയിട്ട് ആ മക്കളെ ചോറായൊന്നും വരൂടി നിന്നോടൊരു വാക്ക് പോലും ചോദിച്ചില്ല. അപ്പൊ ഗൈസ്, ഇന്നത്തെ ഇൻവിസിബിൾ ചാലഞ്ച് അഞ്ചി വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. നന്നായിട്ട് കുട്ടി നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിടിച്ചു നിന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് ചാലഞ്ച് എനിക്ക് അതായിരുന്നു തന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അത് ഭംഗിയായിട്ട് ചെയ്തത്, അല്ലാതെ ഞാൻ ഉപദ്രവിച്ചതല്ല. ഞങ്ങള് ഈ ചാലഞ്ച് തുടങ്ങുന്നതിന് മുന്നേ ഭയങ്കര ഇതൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇവരെ ആരെങ്കിലും ആവുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് നല്ല പണക്ക് കൊടുക്കാലോ. നടത്തില്ല. അപ്പൊ ഗൈസ്, ഇന്നത്തെ ചാലഞ്ച് ഇത്ര അപ്പൊ ഗൈസ്, ഇന്നത്തെ ചാലഞ്ച് ഇത്രേ ഉള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അപ്പൊ ഈ ഇൻവിസിബിൾ ചാലഞ്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതൊരു This is Srilakshmi. This is Shavya. This is Sanjita. Signing off.